ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ സേക്ക് കബാബ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ തവയുടെ മുകളിൽ വെച്ച് ഉണ്ടാക്കാമെന്ന് പരിചയപ്പെടാം. കബാബ് ഉണ്ടാക്കുന്നതിനായി അല്പം പോലും വെള്ളമില്ലാതെ 450 ഗ്രാം ചിക്കൻ മിൻസ് ചെയ്തെടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, പച്ചമുളക് 3 എണ്ണം നന്നായി അരച്ചെടുത്തത്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഫ്രഷായി കുരുമുളക് പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂൺ, ചാറ്റ് മസാല 1/2 ടീസ്പൂൺ, സവാള 1 എണ്ണം പൊടിയായി അരിഞ്ഞെടുത്തത്, മല്ലിയില ചോപ്പ് ചെയ്തത് 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, നല്ല കട്ട തൈര് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം, ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു വെച്ചു. ഇനി ഇങ്ങനെ മിക്സ് ചെയ്തു വെച്ച ചിക്കൻ മെറ്റൽ സ്റ്റിക്കിലോ ബാമ്പു കൊണ്ടുള്ള സ്ക്യൂവേഴ്സിലേക്കോ കബാബ് ഉണ്ടാക്കുന്നതിനായി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇനി ഒരു തവ ചൂടാക്കി അതിലേക്ക് അല്പം ഒലിവ് ഓയിൽ പുരട്ടിക്കൊടുക്കാം. ഇനി ഓരോ കബാബ് സ്റ്റിക്കുകളും തവയിലേക്ക് എടുത്തു വയ്ക്കാം. മീഡിയം ചൂടിൽ വേണം കുക്ക് ചെയ്യുവാൻ. ഓരോ 2-3 മിനിറ്റ് കൂടുമ്പോഴും കബാബ് തിരിച്ചു വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. 12 മിനിറ്റോളം മീഡിയം തീയിൽ ഇങ്ങനെ ഓരോ സൈഡും തിരിച്ചു വെച്ച് കൊടുത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന കബാബ് നല്ല ജ്യൂസിയും ടേസ്റ്റിയുമായിരിക്കും. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തവയുടെ മുകളിൽ വെച്ച് തയ്യാർ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ രീതിയിൽ ചെയ്ത ഒരു റെസിപ്പിയാണ്. കബാബ് ഇപ്പോൾ പാകത്തിന് വെന്ത് തയ്യാറായി കഴിഞ്ഞു. ചിക്കൻ സേക്ക് കബാബ് ഇപ്പോൾ കഴിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.